നമസ്കാരം. അഗോര വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത്, കാരണം ഒരു 15 ദിവസത്തോളമായി നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ വൈകിപ്പോയത്. എന്നാലും പുതിയൊരു തിരിച്ചുവരവാണ് നടത്തുന്നത്. കാരണം നവംബർ 5-ാം തീയതി വളരെയധികം ഒരു വലിയ മാറ്റങ്ങൾ വരുന്ന ദിവസമാണ്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറയുകയാണെങ്കിൽ ബുധനും ചൊവ്വയും തമ്മിലുള്ള ചില കൂടിച്ചേരലുകൾ കൊണ്ടും അല്ലെങ്കിൽ അവരുടെ യോഗം കൊണ്ടും അവരുടെ ദൃഷ്ടി കൊണ്ടും അല്ല അങ്ങനെയൊക്കെ സംഭവിക്കുന്ന പല മാറ്റങ്ങളും ജീവിതത്തിലുണ്ടാവാം. അത് നമ്മളെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാരണം ചൊവ്വയും ബുധനും മാത്രമല്ല, പല ഗ്രഹങ്ങളും പരസ്പരം യോഗം ചെയ്യുമ്പോൾ, ദൃഷ്ടി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. വളരെ വലിയ മാറ്റങ്ങളും ചില ആൾക്കാർക്ക് സംഭവിക്കാറുണ്ട്. എന്നാൽ വളരെയധികം ജീവിതത്തിൽ പരാജയങ്ങളും നേരിടേണ്ടി വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിനെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കാൻ തുടങ്ങും. പക്ഷേ ഇവിടെ ഒരുപാട് കാലം ഈ പറയുന്ന നക്ഷത്രക്കാർ, അതായത് വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ, അതുപോലെ തന്നെ തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി നക്ഷത്രക്കാർ, അതുപോലെ തന്നെ മിഥുനം രാശിയിൽ വരുന്ന മകീരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാർ, ഇവർക്ക് എന്താണ് എന്ന് വെച്ചാൽ, ഇവർക്ക് ഒരുപാട് കാലങ്ങളായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക്, അല്ലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, പല ആൾക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കഠിനാധ്വാനം ഇവർ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങൾ ഇവർക്ക് ഒരിക്കലും ലഭിക്കാറുമില്ല. എന്തേ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോകുന്നത് എന്ന് സ്വയം ചോദിച്ച് ശപിക്കാറുണ്ട് ഇവരിൽ പലരും എന്നുള്ള ഒരു സത്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള ചില ആൾക്കാർ, ഈ പറയുന്ന 8 നക്ഷത്രക്കാർ, ഇവർക്ക് ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഈ നവംബർ 5-ാം തീയതി ബുധനാഴ്ച സംഭവിക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. നമ്മൾ പറയാറുണ്ട് സംഭവിച്ചിരിക്കും, അത് വെറുതെ പറയുന്നതല്ല, എന്നാൽ ഇത് സംഭവിച്ചിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാവും. കാരണം നേരത്തെ പറഞ്ഞു, ഞാൻ ഒരുപാട് കഷ്ടപ്പാടുകളാണ് ഇവരുടെ കഠിനാധ്വാനം, വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർ അതാത് മേഖലയിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷേ കഠിനാധ്വാനം നമ്മുടെ ജീവിത വിജയത്തിന് എല്ലാവർക്കും ആവശ്യമാണ്. നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതം പുരോഗതി ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ സാമ്പത്തിക ശേഷി ഉണ്ടാവുകയുള്ളൂ. നമ്മളെ കയ്യിൽ പണം ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാം നേടാൻ കഴിയുള്ളൂ. പലരും പറയും ബന്ധങ്ങൾക്കാണ് ഇവിടെ ഇക്കാലത്ത് പണത്തിന് എത്ര അധികം പ്രാധാന്യമുണ്ട് നമുക്കറിയാം. എന്തിനും മുന്നിൽ ആദ്യം കാശ് വേണം. കാശില്ലാതെ ഒന്നും നടക്കില്ല. കാശുണ്ടെങ്കിലേ നമ്മളാരും വില വയ്ക്കാറുമുള്ളൂ. കാശില്ലാത്തവനെ ആരും മൈൻഡ് ചെയ്യാറ് പോലുമില്ല. ഇതെല്ലാം നമുക്ക് നാട്ടിൽ നടക്കുന്ന കാര്യമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കടമായിട്ട് പോലും പണം തരില്ല. എന്നാൽ കാശുള്ളവന് കടം കൊടുക്കാൻ ധാരാളം ആൾക്കാരുണ്ടേനും. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ എന്നാൽ ഈ 5-ാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം ലഭിക്കാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ, അതുപോലെ തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ, വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇവരുടെ ജീവിതത്തിൽ ആകെപ്പാടെ അടിമുടി ഒരു മാറ്റം ഉണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞത് പൊതുഫലമാണ്. എപ്പോഴും പറയാറുണ്ട് പൊതുഫലമാണ് പറയുന്നത് എന്നുള്ളത്. ഒരു വ്യക്തിയുടെ ജാതകം നോക്കി മാത്രമേ നമുക്ക് അവരുടെ ഫലം പറയാൻ കഴിയുള്ളൂ. ചാരവശാൽ ഗ്രഹങ്ങളുടെ ചലനം കൊണ്ട് മാറ്റങ്ങൾ വരുമ്പോഴാണ് നമ്മൾ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങൾ അറിയിക്കാറുള്ളത്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ചിലർക്ക് പോലും, ചില ആൾക്കാർക്ക് ഒരു അനുഭവം ഇല്ലാതെ വന്നേക്കാം. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? നിങ്ങൾ വിശ്വസ്തനായ ഒരു അസ്ട്രോളജറെ സമീപിച്ച് നിങ്ങളുടെ ജാതകമില്ലാത്തവർ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചോ ഒന്ന് പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും. കാരണം
ചില ആൾക്കാർ എൻ്റെ അടുത്ത് വിളിച്ച് പറയാറുണ്ട്, അല്ലെ എൻ്റെ അടുത്ത് വാട്സപ്പ് മുഖാന്തരം പറയാറുണ്ട്. നമ്മൾ പല വീഡിയോയും കാണാറുണ്ട്, പല ആൾക്കാരുടെ വീഡിയോയും കാണാറുണ്ട്, യൂട്യൂബിൽ വരുന്ന വീഡിയോകൾ. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു അനുഭവവും ഞാൻ ഇന്ന നക്ഷത്രമാണ്, എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ കഷ്ടപ്പാടും ദുരിതമായിട്ട് ജീവിക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെ കഷ്ടപ്പാടിൻ്റെ വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു 5-ാം തീയതി മുതൽ നല്ലൊരു മാറ്റം കണ്ടു തുടങ്ങാൻ പോകും. പക്ഷേ ഞാൻ പറഞ്ഞു, കണ്ടു തുടങ്ങാത്തവർ, അതായത് 5-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് കുറച്ചു കാലം ഒരു മാറ്റം ജീവിതത്തിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അസ്ട്രോളജറെ സമീപിച്ച് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാറ്റത്തിൻ്റെ വഴി അദ്ദേഹം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോയുടെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. പല വിവരങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പലർക്കും ഇത്തരം ചാനലുകളൊക്കെ ഒരു ഗുണം തന്നെയാണ്. നിങ്ങളുടെ താല്പര്യം പോലെ അത് ചെയ്യൂ എന്നുള്ള ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന രാശി മിഥുന രാശിയാണ്. ആ മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായ മകീരം, തിരുവാതിര, പുണർന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാർക്ക് ഈ നവംബർ 5-ാം തീയതിക്ക് ശേഷം ജീവിതത്തിൽ വളരെയധികം പുരോഗതി ലഭിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു നക്ഷത്രക്കാരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത്രയും കാലങ്ങൾക്കായിട്ട് ഇവരുടെ ജീവിതത്തിൽ പരാജയം നേരിട്ടവർക്ക് നല്ല മാറ്റം ജീവിതത്തിൽ ഉണ്ടാകാം. എന്തായാലും ഇവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും തടസ്സം വന്നു പോയിട്ടുണ്ടാവാം. നിങ്ങൾ ഒരു ജോലിക്കൊക്കെ ശ്രമിച്ചിട്ട് അത് ഇന്റർവ്യൂവിലൊക്കെ പരാജയപ്പെടുക. നമ്മൾ പറയില്ലേ, ഒരു ബിസിനസ് തുടങ്ങി അത് നല്ല രീതിയിൽ പച്ചപിടിച്ച് വന്നപ്പോഴേക്കും അതെങ്ങനെയൊക്കെയോ പൊട്ടിപ്പോയി. അവിടെ വെച്ച് നഷ്ടങ്ങളുടെ ഒരു കണക്ക് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു വിവാഹ കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചു, ആ വിവാഹം പെട്ടെന്ന് അത് ശരിയായി എന്ന് അടുത്തേക്ക് എത്തുമ്പോഴേക്കും ആ വിവാഹം മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞേക്കാം. അപ്പോ അങ്ങനെയുള്ള ഈ മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഇവിടെ ഈ 5-ാം തീയതിക്ക് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നല്ലൊരു മാറ്റം സംഭവിക്കും. അത് സംശയമൊന്നും വേണ്ട. കാരണം കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പല കാര്യങ്ങളും ഈ മിഥുനം രാശിക്കാർക്ക് ഈ ഒരു അവസരം മുതൽ, അതായത് നവംബർ 5-ാം തീയതി ബുധനാഴ്ച എന്നൊരു ദിവസം മുതൽ നിങ്ങൾക്ക് അങ്ങോട്ട് പ്രതീക്ഷിക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പല ഇന്റർവ്യൂകളിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് പല ഇന്റർവ്യൂവിലും അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരായിരിക്കും പലരും ഉണ്ടാവുക. എന്നെ വിളിക്കും, എനിക്ക് ലെറ്റർ വരും വീട്ടിലേക്ക്, അല്ലെങ്കിൽ എന്നെ മെയിൽ വഴി അറിയിക്കും, അല്ലെങ്കിൽ എന്നെ ഫോൺ ചെയ്ത് അറിയിക്കും നിങ്ങൾ ഇന്റർവ്യൂവിൽ പാസ്സായിട്ടുണ്ട്, പക്ഷെ വിളിക്കില്ല. നിങ്ങൾ ഇന്റർവ്യൂവിൽ പാസ്സായി എന്ന് പറയും, പക്ഷെ നിങ്ങളെ വിളിക്കില്ല. ഇങ്ങനെ ബുദ്ധിമുട്ടിയ ധാരാളം പേരുണ്ട് ഈ പറയുന്ന നക്ഷത്രക്കാരിൽ. എന്തായാലും ഇവർക്ക് ഇനി ശ്രമിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ആ ശ്രമം കൊണ്ട് തന്നെ, നിങ്ങളുടെ ആ ഒരൊറ്റ ശ്രമം കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം പൂവണിയുന്നതായിരിക്കും. നിങ്ങൾ ഒരുപാട് കാലം കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച് പഠിച്ചുണ്ടാക്കിയ വിഷയങ്ങൾ, ആ വിഷയം തന്നെ നിങ്ങൾക്ക് വേസ്റ്റ് ആയി പോയോ, എൻ്റെ സമയം വേസ്റ്റ് ആയി പോയോ, ഇത്ര കാലം ഞാൻ പഠിച്ചതോ, ഇത്ര കാലം ഞാൻ ഇന്റർവ്യൂ നടന്നതോ, ഈ പല കമ്പനികളിൽ കയറി ഇറങ്ങിയതോ ഒക്കെ വെറുതെ വേസ്റ്റ് ആയി പോയി എന്ന് ചിന്തിക്കുന്നവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിച്ചോളൂ. നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരു സമയമാണ് നവംബർ 5-ാം തീയതിക്ക് ശേഷം സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, നിങ്ങൾക്ക് അർഹതപ്പെട്ട ജോലി, നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുകയല്ല, നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടും. നിങ്ങൾക്ക് വിവാഹം മുടങ്ങിയിട്ടുണ്ടോ? നിങ്ങളുടെ വിവാഹം നടന്നിരിക്കും ഈ 5-ാം തീയതിക്ക് ശേഷം. അങ്ങനെ പല ഗുണാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളത് തീർച്ചയാണ്. ഈ പറയുന്ന ഈ മകീരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാർക്ക് ഈ തീർച്ചയായിട്ടും ഈ ഗുണഫലങ്ങൾ ലഭിക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു അസ്ട്രോളജറെ കാണിക്കണം. കാരണം നമ്മുടെ ജീവിതം എല്ലാ മനുഷ്യർക്കും ഒരു ജന്മമേ ഉള്ളൂ, നമുക്ക് മനുഷ്യജന്മം. പിന്നെ എന്താകുന്നു നമുക്കറിയില്ല. അപ്പോ മനുഷ്യജന്മം നമുക്ക് ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും നേടി ജീവിക്കാനുള്ളതാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് നല്ല രീതിയിൽ ജീവിക്കണം. നമ്മുടെ ആ ഒരു ജന്മം നല്ല രീതിയിൽ ജീവിച്ച് പരമാവധി, നമുക്ക് കഴിവിൻ്റെ പരമാവധി നല്ല രീതിയിൽ ജീവിച്ച് തീർക്കാൻ തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം. അതുപോലെ ഈ പറയുന്ന നക്ഷത്രക്കാർ ഒരു ശ്രമം നടത്തും, ജീവിതത്തിൽ തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും. താൻ പാതി ദൈവം പാതി. നമ്മുടെ ശ്രമത്തോടൊപ്പം ദൈവത്തിന്റെ അനുഗ്രഹവും ചേരുമ്പോൾ
തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കും എന്നുള്ളതിൽ തർക്കം വേണ്ട. എന്തായാലും അടുത്ത രാശിയിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വൃശ്ചികം രാശിയാണ്. അതിൽ വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഈ പറയുന്ന നക്ഷത്രങ്ങൾക്കും ഇതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങൾക്കും തടസ്സം നേരിട്ടുണ്ടാവാം. കയ്യെത്തും ദൂരത്ത് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അത് ഈ പറയുന്ന ഈ ചൊവ്വയുടെയും ബുധൻ്റെയും അനുഗ്രഹം കൊണ്ട് അത് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് നവംബർ 5-ാം തീയതി. ഈ ബുധനും ചൊവ്വയും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. ഒട്ടും സംശയം വേണ്ട, ഈ നക്ഷത്രക്കാർക്ക്, വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ സമയമായി എന്ന് തോന്നിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഈ നവംബർ 5-ാം തീയതിക്ക് ശേഷം സംഭവിക്കാൻ പോകുന്നത്. ജീവിതത്തിലുടനീളം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും എന്നുള്ള തർക്കമില്ല. നിങ്ങൾ ന്യായമായ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് നടന്നിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. കാരണം നിങ്ങൾ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചവരായിരിക്കാം. പല കാരണങ്ങൾ കൊണ്ട് വിദേശവാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കാം. അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരായിരിക്കാം. ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ നിന്നും മാറ്റം, വേറെ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. പല ഇൻ്റർവ്യൂവിനും പങ്കെടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഒക്കെ പരാജയപ്പെട്ടു പോയിരിക്കാം. അവർ വിളിക്കും, അവർ നാളെ വിളിക്കും, അങ്ങനെ മറ്റന്നാൾ വിളിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും വിളിക്കാതിരുന്നവരായിരിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ട് പോയ സൗഭാഗ്യങ്ങൾ തിരിച്ചു പിടിക്കാൻ വൃശ്ചികം രാശിക്കാർക്ക് സമയമായി എന്നുള്ളതാണ്. ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും എന്നുള്ളതിൽ തർക്കമില്ല. അത് ഇവർ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സമയം ഇവർക്ക് അനുകൂലമായി നിൽക്കും. ഈ ഗ്രഹങ്ങളുടെ സമയം ഇവർക്ക് അനുകൂലമാണെന്നുള്ളതാണ് തർക്കമില്ലാത്ത കാര്യം. കാരണം ഈ ഒരു സമയത്ത് ഇവർ ബിസിനസ്സിന് ഇറങ്ങി തിരിച്ചോളൂ, തീർച്ചയായിട്ടും ആ ബിസിനസ്സിൽ ഇവർക്കൊരു അവരുദ്ദേശിക്കുന്ന ഫലം തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അത് ചെറിയൊരു കച്ചവടമാണെങ്കിൽ പോലും അത് ഇവർക്ക് അനുകൂലമായിട്ട് വരും. ചെറിയൊരു ലാഭമെങ്കിലും നമുക്ക് ആ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും. വീട് വെക്കാൻ ആഗ്രഹിച്ചിട്ട് വീടിന് തറക്കല്ലിട്ടിട്ടൊക്കെ അത് പൂർത്തീകരിക്കാൻ കഴിയാത്തവരായിരിക്കും ഈ നക്ഷത്രക്കാരുണ്ടായിരിക്കാം. അത്തരം നക്ഷത്രക്കാർക്ക് എവിടെ നിന്നോ കാര്യങ്ങളൊക്കെ ഒത്തുവന്ന് ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോവുക. അതുപോലെ സ്വന്തം മക്കളെ വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ പഠിപ്പിച്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. പല കാരണങ്ങൾ കൊണ്ടും, അതായത് ഒന്ന് പ്രധാനപ്പെട്ട കാരണം പണം തന്നെയാണ്. അവരെ പല വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റുള്ള പുറം നാടുകളിലേക്കോ വല്ല എന്തെങ്കിലും തരത്തിലുള്ള കോഴ്സിന് നമ്മൾ ചേർക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ഭംഗം വരിക, തടസ്സം നേരിടുക. അതിൽ പ്രധാനം പണം തന്നെയാണ്. പണത്തിന് തടസ്സം വരിക, പലവരും തരാ എന്ന് പറഞ്ഞ പണം തരാതിരിക്കുക, ബാങ്കുകൾ വായ്പ തരാ എന്ന് പറഞ്ഞിട്ട്, വിദ്യാഭ്യാസ ലോണൊക്കെ തരാ എന്ന് പറഞ്ഞിട്ട് അത് നടക്കാതിരിക്കുക, പല പേപ്പറുകളുടെ അഭാവം കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുക. ഇങ്ങനെയുള്ള വൃശ്ചികം രാശിക്കാർക്ക് ഈ ഒരു സമയം അനുകൂലമായി വരും. കാരണം ഇവരുടെ പല കാര്യങ്ങളും അനുകൂലത്തിലേക്ക് എത്താൻ പോകുന്ന സമയമാണ്. ബിസിനസ്സിനാണെങ്കിലും വിവാഹത്തിലാണെങ്കിലും ഈ പറയുന്ന ജോലി സംബന്ധമായ കാര്യത്തിനാണെങ്കിലും വിദ്യാഭ്യാസപരമായ കാര്യത്തിനാണെങ്കിലും ഇവർ നേടിയെടുക്കുന്ന ഒരു സമയമാണ് ഈ വരാൻ പോകുന്ന 5-ാം തീയതി, അതായത് നവംബർ 5-ാം തീയതി ബുധനാഴ്ച മുതൽ നിങ്ങളുടെ ഒരു സമയമാണ്. അതിൽ തർക്കമൊന്നും വേണ്ട. എന്തായാലും എല്ലാ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയിലേക്ക് കടക്കാം. അടുത്തതായിട്ട് തുലാം രാശിയാണ്. തുലാം രാശിയിൽ വരുന്ന ചിത്തിരയും ചോതി നക്ഷത്രക്കാർക്കും ഈ ഫലം ഉണ്ടാവും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം 8 നക്ഷത്രക്കാർക്കാണ് ഈ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത് നവംബർ 5-ാം തീയതിക്ക് ജീവിതത്തിലൊരു മാറ്റം വരും എന്നുള്ളത്. കാരണം 8 നക്ഷത്രക്കാർക്കും അവരുടെ പല നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പലതും അവർക്ക് ഈ ഒരു 5-ാം തീയതി മുതൽ അങ്ങോട്ട് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതായിരിക്കും. കാരണം പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി വരും എന്നുള്ളതാണ്. ഇപ്പം ഈ പറഞ്ഞ മാതിരി തുലാം രാശിയിൽ വരുന്ന ചിത്തിരിയും ചോതി നക്ഷത്രക്കാർക്ക് ഈ സൗഭാഗ്യങ്ങളുടെ ഒരു കുത്തൊഴുക്ക് വന്നിരുന്നു കുറച്ചു കാലം. പക്ഷെ എങ്കിൽ പോലും അതിൽ ഒരു അനുകൂലമായ കാര്യങ്ങളും നടക്കാതെ കഷ്ടപ്പാടും ദുരിതവുമായി ജീവിക്കുന്നവരും ഇന്നും നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്, ഈ വീഡിയോ കാണുന്നവരുണ്ട് എന്നുള്ളത് നമുക്ക് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടാകും എന്നുള്ളതാണ് ഈ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം
ഈ ചിത്തിരിയും ചോദ്യം നക്ഷത്രക്കാർക്ക് കുറേ കാലം കഷ്ടപ്പാടും ദുരിതമായിരുന്നു കുറച്ച് ആൾക്കാർക്ക്. കാരണം ഇവർ വളരെയധികം കഠിനാധ്വാനം ചെയ്യുകയാണ്, കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്. പക്ഷെ അവർക്ക് ആ കിട്ടുന്ന കാശ് ഇപ്പോൾ ഈ കൈ കൊണ്ട് മേടിച്ചു കഴിഞ്ഞാൽ ഈ കൈ കൊണ്ട് ചിലവായി പോയി എന്ന അവസ്ഥയാണ്. കാരണം കാശ് വാങ്ങിക്കുന്ന വരുമാനമുണ്ട് പലർക്കും, പക്ഷെ വരുമാനം ഉണ്ടായിട്ട് അതിൽ 1 രൂപ പോലും കയ്യിൽ നിൽക്കാത്ത അവസ്ഥ വരിക. പല കാരണം കൊണ്ട് ആശുപത്രി പ്രശ്നങ്ങൾ, എന്നും ഡോക്ടറും മരുന്നുമായിട്ട് മുന്നോട്ട് പോകുന്നവർ, കാരണം നമുക്ക് കിട്ടുന്ന പണം തികയാതെ വരുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ പല ആൾക്കാർക്ക് ഇത് എന്തെന്നല്ലാത്ത ചിലവ്, അവർക്ക് തന്നെ അറിയില്ല അവരുടെ ചിലവ് എന്താണെന്നുള്ളത്. അവർക്ക് ഡെയിലി വരുമാനമുണ്ട്, പക്ഷെ എന്തെന്നല്ലാത്ത ചിലവ് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു കര പിടിപ്പിക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുന്നവർ. പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അവർ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടൊക്കെ, പക്ഷെ എങ്കിൽ പോലും അവർക്ക് കരയ്ക്കെത്താൻ കഴിയാതെ വരുന്നവരാണ് ഈ ചിത്തിരിയും ചോദ്യ നക്ഷത്രക്കാരിൽ പലരും. പക്ഷെ ചില ആൾക്കാർക്ക് ഗുണങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം അവർ ചില ആ ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചില ഗ്രഹങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. അത്തരം ഗ്രഹങ്ങളുടെ ദശ അപകാരം ചാരവശാലൊക്കെ വരുമ്പോൾ അവർക്ക് അനുകൂല ഫലങ്ങൾ തന്നെ ആയിരിക്കും ലഭിക്കുക. ഒരേ നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സമ്പന്നരാകണം എന്നൊന്നുമില്ല. പക്ഷെ നമ്മൾക്ക് അങ്ങനെ തീരെയും നമ്മുടെ ജീവിതത്തിൽ ഒരു പച്ച പിടിക്കാതെ വരുമ്പോൾ നമ്മൾ അതിനുള്ള ചെറിയ ചെറിയ പോംവഴികളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. എന്തായാലും ഈ ചിത്തിരിയും ചോദ്യ നക്ഷത്രക്കാരുടെ ഭാഗ്യകാലം തെളിഞ്ഞ് വരുന്നുണ്ട് എന്നുള്ളതാണ്. നവംബർ 5-ാം തീയതി ബുധനാഴ്ച മുതൽ അങ്ങോട്ട് ഇവർക്കൊരു സാമ്പത്തികത്തിൻ്റെ ഒരു വഴി തന്നെ തെളിഞ്ഞു വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കൃഷി ഇറക്കുന്നവരൊക്കെ ഉണ്ട്, ചിത്തിരിയും ചോദ്യ നക്ഷത്രക്കാരൊക്കെ. ആ കൃഷിയിൽ അവർക്ക് മിക്കവാറും പരാജയപ്പെട്ടവരുണ്ടായിരിക്കാം. കാരണം ഈ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവ് കൂടുതലും വരുമാനം കുറഞ്ഞിരിക്കുന്നവർ, അത്തരക്കാർക്ക് ജീവിതത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം ഉണ്ടാവും. കൃഷി ആദായം വർധന ഉണ്ടാവും. കാരണം ചിലവിനെക്കാട്ടും കൂടുതൽ വരുമാനം നമുക്ക് ആ മേഖലയിൽ നിന്ന് ലഭിക്കുന്നവരായിരിക്കും ഇനി മുതൽ അങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. അതുപോലെ തന്നെ ഈ വാഹന ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു ജീവിതത്തിൽ നല്ലൊരു മാറ്റം ലഭിക്കും, സാമ്പത്തിക ലാഭം ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിച്ചവരുണ്ടാവാം, അതിൽ നിന്നൊരു മാറ്റം വരാൻ പോവുകയാണ് നവംബർ 5-ാം തീയതിക്ക് ശേഷം. ഈ GST ഒക്കെ വന്നതോട് കൂടിയിട്ട് ഈ സാമ്പത്തിക നില മുൻകൂട്ടി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വിൽപ്പന നടത്തുന്നവർക്ക് അത് നഷ്ടക്കച്ചവടമായി വരും. അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാൻ പോവുകയാണ് എന്തായാലും നവംബർ 5-ാം തീയതിക്ക് ശേഷം. തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്കും എല്ലാ ഗുണഫലങ്ങളും ഉണ്ടാവാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എന്തായാലും പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു അറിവുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.